അത്യുൽപാദനശേഷിയുള്ള പുതിയ ഇനം കമുകാണ് ഇൻഡസ് മംഗള. കുള്ളൻമംഗള എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ ഇനത്തിന്റെ പ്രത്യേകതകൾ കർഷകരെ ഏറെ ആകർഷിക്കുന്നു. പൊക്കമില്ലായ്മയാണ് ഈ ഇനത്തിന്റെ പൊക്കം. അടയ്ക്ക പറിക്കുവാനും പരിചരണത്തിനും ഇനി കമുക് കയറ്റക്കാരെ തേടി നടക്കണ്ട. നിലത്തുനിന്ന് അടയ്ക്ക പറിച്ചെടുക്കാം. മികച്ച വിളവും നേരത്തെ കാക്കുന്നതും ഈ കുഞ്ഞിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. 3-ാം വർഷം കായ പിടിക്കുന്നു എന്നതാണ് കുള്ളൻമംഗളയുടെ പ്രത്യേകത. നന്നായി പരിപാലിച്ചാൽ 15 മുതൽ 20 വരെ കിലോ വരെ തൂക്കമുള്ള കുലകൾ ലഭിക്കും. സാധാരണ മംഗള അടക്കയേക്കാൾ തൂക്കം ഇതിന്റെ കൊട്ടടക്കക്കുണ്ടാകും. പരമാവധി 15 അടി വരെയാണ് ഈ കമുകിന് ഉയരം വയ്ക്കുക. 8 അടി അകലത്തിൽ തൈ വയ്ക്കാം. പ്രധാനവളം ചാണകമാണ്. വയലിലും കരയിലും കൃഷി നടത്താമെങ്കിലും ജലലഭ്യത ഉണ്ടാകണം. പശ്ചിമബംഗാളിൽ നിന്നുള്ള അടക്കയിനമാണ് മോഹിത് നഗർ. ഒരേ വലിപ്പമുള്ള അടക്കയാണിതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുലയിൽ ഏതാണ്ട് ഒരേ അകലത്തില് ഇടവിട്ടുകായ ഉണ്ടാകുന്നതിനാല് അവയെല്ലാം ഒരേപോലെ വളരുന്നു. ഇത് ഫലപ്രദമായ സസ്യസംരക്ഷണത്തിനും സൗകര്യമൊരുക്കുന്നു. സ്ഥിരമായ വിളവിലേക്ക് നേരത്തെ എത്തുകയും ഉയർന്ന വാർഷിക വിളവ്, മരമൊന്നിന് ശരാശരി 3.7 കിലോഗ്രാം ചാളി ലഭിക്കുന്ന നല്ല വലിപ്പമുള്ള ഉരുണ്ട കാകള തരുന്നതുമാണ് പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാടന് ഇനം അടക്കയാണ് കാസർഗോഡ് നാടൻ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യം. നല്ല നീളമുള്ള കവുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. 5 മുതൽ 6 വരെ വർഷം കൊണ്ട് കാഫലം ലഭിക്കുന്നു. അടക്ക ഇനങ്ങളിൽ വെച്ച് ഏറ്റവും പുതുതായി വിപണിയിൽ എത്തിയ കുള്ളൻ ഇനമാണ് കാസർഗോഡ് കുള്ളൻ. 3 മുതൽ 4 വർഷത്തിൽ കാഫലം ലഭിക്കുന്നു. അത്യുൽപാദന ശേഷിയുള്ള മികച്ച ഇനമാണ് കാസർഗോഡ് കുള്ളൻ. നല്ല കരുത്തുള്ള അടക്ക തൈകൾ പെരുമ്പാവൂരിലുള്ള ഞങ്ങളുടെ നേഴ്സറിയിൽ ലഭ്യമാണ്.